എൻ്റെ പേര് ശോഭ സൈമൺ. ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നലെയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടും ഈശോനോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മാതാവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്കൊട്ട് എൻ്റെ അമ്മയും അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ അമ്മയ്ക്ക് വലിയൊരു രോഗശാന്തി ഉണ്ടായി. അനിയത്തി വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പം എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തപ്പം ആ ഉടമ്പടിയിലെ ഒരു നിയോഗം കുടുംബത്തിലുള്ള എല്ലാവരും കൃപാസനം മാതാവിൻ്റെ വിശ്വാസികളാണെന്നുള്ളായിരുന്നു അവൾ വെച്ച ഒരു നിയോഗം. അപ്പോൾ അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൃപാസനം മാതാവിനായിട്ട് നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും, വയറുവേദനയും പല്ലുവേദനയൊക്കെ വരുമ്പോൾ അവൾ പറയും, ഞാൻ ഇച്ചിരി തൈലം തൂത്ത് പ്രാർത്ഥിച്ചോട്ടെ, ഞാൻ ഇച്ചിരി ഭക്ഷണത്തിൽ ഇച്ചിരി ഉപ്പ് കൊടുത്ത് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. എൻ്റെ മൂത്ത മോന്, അവന് 11 വയസ്സാണ്. മൂത്ത മോൻ ഉണ്ടായപ്പോൾ തന്നെ അവൻ്റെ സ്പൈനൽ കോഡിൻ്റെ മേളിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അവന് ഫിസിക്കലി അവൻ ഓക്കെയാണ്, പക്ഷേ അവൻ്റെ കൈയും കൊണ്ട് ചെയ്യുന്ന മൂമെൻറ്റ്സിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവൻ്റെ ഫൈൻ മൂമെൻറ്റ്സിനെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, കൊച്ച് എന്തായാലും സുഖമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അമ്മ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ കൃപാസന മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു. നമ്മൾ നേർച്ചകൾ നേർന്നും പ്രാർത്ഥിച്ചും കുർബാന കൂടിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. കൃപാസനത്തിൽ എന്താ ഒരു പ്രത്യേകത? കൃപാസന എല്ലാ മാതാവും ഒന്നല്ലേ? അമ്മേ, എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എൻ്റെ ജീവിതത്തിലെ എല്ലാം അവരാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ത്യാഗങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അവരിൽ ഒരാളെ ദൈവം കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ കൃപാസനത്തിൽ പോയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ തന്നെ ഫോൺ വെച്ചത് ഞാൻ വീട്ടിൽ വെഞ്ചരിച്ചൊരു മാതാവിൻ്റെ രൂപമുണ്ട്. ഈ മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, മാതാവേ ക്ഷമിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തിയേക്കരുതേന്ന്. ഇവർ സാധാരണ ഫുൾ ടൈം കളിക്കുന്ന കുട്ടികളാണ്. ഇത് 2 പേരും കൂടെ ബാറ്റൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ അവൻ ചെറിയ ഇവനാണ് വയ്യാണ്ടായത്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ, എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഞാൻ അരികെ വിളിച്ച് കിടത്തി. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നീ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് തല കറങ്ങുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ നിന്ന് മാറ്റി സോഫയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇവനിങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്തോറും തലവേദന കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മോന് വയ്യ, കൂടുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സോഫയിൽ ഇരുത്തി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് പാരസിറ്റാമോൾ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ പാരസിറ്റാമോൾ എടുത്ത് വന്നപ്പം ഇവൻ ഈ തലവേദന പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവൻ്റെ മുഖം എല്ലാം കൂടെ മാറി, കണ്ണെല്ലാം കൂടെ ചുമന്ന്, കണ്ണെല്ലാം കൂടെ പുറത്തോട്ട് വന്ന് മുഖം വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അന്നേരം ഇവന് ഞാൻ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് ഇവൻ ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കുഴയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് പോലും മാറാതെ മൂത്തയാളെയും കൂട്ടി ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ഇവനെ തോളിലിട്ടേക്കുക. താഴെ വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ കുഴഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വീണ് നോക്കുമ്പോൾ ആൾ അൺകോൺഷ്യസ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിയ വഴി മുഴുവനും ഇവൻ്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞിരിക്കുക, പുറത്തോട്ടിരിക്കുകയാണ്. ഇവൻ മിണ്ടുന്നില്ല, അവൻ പല്ലും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇവന് ശരിക്കും ഫിറ്റ്സ് വന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, കാരണം ഇവൻ ഒരിക്കലും വന്നിട്ടുമില്ല. ആ സമയം വളരെ ഹെൽത്തി ആയിട്ടിരുന്ന കുട്ടിയാണ്, ഭയങ്കര ആരോഗ്യത്തോടെ ഇരുന്ന കുട്ടിയാണ്, പനിയില്ല, കോൾഡ് പോലും ഇല്ല. അപ്പം ഫിറ്റ്സ് എന്നുള്ളൊരു കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഞങ്ങൾ ആകെ ടെൻഷനായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ എമർജൻസി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബോധം വന്നിട്ട് എൻ്റെ അടുത്ത് കണ്ണ് തുറന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മേ, ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മയും പാപ്പിയും കരയുന്നേ, പാപ്പിന്നാണ് മൂത്തയാളെ വിളിക്കുന്നത്, പാപ്പിയും കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം, അമ്മ ടെൻഷൻ അടിക്കേണ്ട. അന്ന് ഇതെല്ലാം നാക്കു കുഴഞ്ഞാണ് പറയുന്നത്, ക്ലീൻ ആയിട്ടല്ല പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ അടുത്ത ഫിറ്റ്സ് വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇത് ഫിറ്റ്സാണ്, ഞങ്ങൾ ഇതിൻ്റെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമുക്ക് അതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് CT ഒക്കെ എടുക്കണം, എന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അവനെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഡോക്ടർ ഇത് സംഭവിക്കുന്ന വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു 4:30 മണിയായി സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിറ്റ്സ് വന്നാലേ കൊച്ചു ഉറങ്ങും, അവന് ക്ഷീണം ഉണ്ടാവും, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ എഴുന്നേക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവൻ 5 മണിയായി, 6, 7 മണിയായി, 8 മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ല, 9 മണിയായിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് എന്തോ പ്രശ്നം തോന്നി. അവർ പറഞ്ഞു ഞങ്ങൾ ഇവനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇവൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലായിരുന്നു, BP അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഇവനെ ICUയിൽ കൊണ്ടുപോയി. ICUയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ശനിയാഴ്ചയാണ് അഡ്മിറ്റ് ആകുന്നത്, ശനിയാഴ്ച വൈകിട്ട്. തിങ്കളാഴ്ച CT എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കാരണം നാളെ സൺഡേ ആണ്, നാളെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എഴുന്നേക്കാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അന്ന് രാത്രി തന്നെ CT എടുത്തു. ശരിക്കും കൊച്ചു കോമയിലായിപ്പോയതായിരുന്നു. അവർക്കും ഡോക്ടേഴ്സിനും മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവർ CT എടുത്തപ്പോൾ നോർമലാണ്. ബാക്കി ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്ന എല്ലാം ക്ലീനാണ്. അപ്പം ഇവർക്ക് എന്താണെന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സമയം വേണം, എന്ത് സംഭവിക്കാം, എന്താണേലും ഒരു 48 hours കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം അവന് എന്താണെന്ന് പറഞ്ഞേ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടീഷൻ മോശമാവും, ചിലപ്പോൾ അവൻ ബെറ്റർ ആയി വരുമെന്ന് പറഞ്ഞു. അനിയത്തി എൻ്റെ അടുത്ത് കാശ് രൂപവും പുസ്തകവും പത്രവും തന്നിട്ട് പറഞ്ഞു നീ ഇത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. ഞാൻ അത്ര വിശ്വാസം ഇല്ലാത്തതല്ലേ, നീ അല്ല ഉടമ്പടി എടുത്ത് നീ പോയി ചെയ്യാൻ വേണ്ടി കയറി തൈലവും തൂത്തു, ബുക്കും കാശുരൂപവും കൊച്ചുറങ്ങുന്നതിൻ്റെ പില്ലോട് അടി വെച്ചു. ഞാൻ ഹസ്ബൻഡും ഒക്കെ തകർന്നു പോയി. ഞായറാഴ്ച വെളുപ്പിനായി കൊച്ചിങ്ങനെ തന്നെ കോമ്പൽ തന്നെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു 10 മണിയായപ്പോഴത്തേക്കിന് പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക. പനി തുടങ്ങി അവർ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇവന് വീണ്ടും ഫിറ്റ്സ് വന്നു, വീണ്ടും ഫിറ്റ്സും ഛർദി എല്ലാം കൂടെ വന്നു. അപ്പോൾ ഡോക്ടേഴ്സിനും ടെൻസ്ഡായി. അവർ പറഞ്ഞു ഇനി 48 hours കഴിഞ്ഞിട്ടേ നമുക്ക് കൊച്ചിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം ഇവൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ ഇങ്ങനെ വീണ്ടും ഫിറ്റ്സ് വരുന്നതുകൊണ്ട് ഇവന് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഇവൻ്റെ BP ഒക്കെ താഴും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം അവന് വെൻറ്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എന്താ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. മേത്ത് കൂടെ ഫുള്ളി ട്യൂബുകളാണ്, വയറുകളും ട്യൂബുകളും, മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നു, മേത്ത് ഫുള്ള് ഓരോരോ ഇത്. എനിക്കിവനെ കാണാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിരിക്കാൻ പറ്റുന്നില്ല, ചേട്ടൻ ഇരിക്കണം. വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് തീരെ തലവേദന, എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം കൊച്ചിൻ്റെ അടുത്തിരിക്കുക, ഞാനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കൊച്ചിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പം ഞാൻ വെറുതെ, വിശ്വാസമൊന്നുമില്ല, ഞാൻ വെറുതെ ആ കാശുരൂപം തൊട്ട് കൊച്ചിനെ ഒന്ന് മുത്തിച്ചു. ഞാൻ കൊച്ചിൻ്റെ അരികെ ഒരു കസേര ഇട്ടിരുന്നിട്ട് ഈ പ്രാർത്ഥന പുസ്തകം എടുത്തു. ആദ്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ അകത്ത് എഴുതിയത് എന്താണെന്നും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതെനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല, അതും പ്രാർത്ഥിച്ചു. അതിൻ്റെ അകത്ത് നിയോഗം സമർപ്പിച്ചു. പുറത്ത് വന്നു. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്ത് വന്നപ്പോൾ പത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം ഞാൻ ചുമ്മാതെ ഞാനത് വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയി. കുറച്ച് നേരം ഹസ്ബൻഡായിരുന്നു വരുന്നത്. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നെ കണ്ണ് തുറന്ന് നോക്കി, മിണ്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ട് എന്നെ ചിരിച്ച് കാണിച്ചു. അമ്മ ഞാൻ പറ്റിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയുന്ന ഒന്നും വ്യക്തമല്ല, നമുക്ക് നാക്കു കുഴഞ്ഞ് ഓരോരോ വാക്കുകളായിട്ടാണ് അവൻ പറയുന്നത്. അവന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സിന് വിഷയം വന്നു, മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് സംശയം വന്നു. സ്പൈനൽ കോഡിൽ നിന്ന് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം നെഗറ്റീവ് ആയിരുന്നു. തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ഇവൻ ബോധം തെളിയുന്നത്. വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഭക്ഷണത്തിന് കരയാൻ തുടങ്ങി. പത്രം എല്ലാം വായിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇവൻ അന്നേരമാണ് പിന്നെ ബോധം തെളിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഇവൻ ബോധം തെളിഞ്ഞു. MRI ചെയ്തു. അതിൻ്റെ അകത്ത് ഡയഗ്നോസിസ് വന്നു, സെറിബ്രത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് വന്നു. അതിനുള്ള മെഡിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പതിയെ വിശ്വാസം വന്നു തുടങ്ങി. ഞാൻ അവിടെ ഇരുന്ന് ഒരു സാക്ഷ്യം കേട്ടു. അമ്മയും മക്കളും കൂടെ വെക്കേഷന് ലീവിന് വീട്ടിൽ വന്നപ്പം കുഞ്ഞിൻ്റെ തലയിൽ തെങ്ങ് വീണ് കൊച്ച് അബോധാവസ്ഥയിലായി. അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു കുഞ്ഞിൻ്റെ സാക്ഷിയാണ് ഞാൻ കേട്ടത് അവിടെ ഇരുന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. മാതാവേ, എൻ്റെ മകനെ എനിക്ക് പഴയ അവസ്ഥയിൽ തരണേ, ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് എനിക്ക് തിരിച്ചു തന്നേക്കണേ. എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ബ്രെയിനിന് വന്നായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം ഭക്ഷണം ട്യൂബിൽ കൂടി ആയിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ വെള്ളം ചോദിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ മസിൽസൊക്കെ വീക്കാണ്, അപ്പം ട്യൂബിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇവനെ ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കണ്ട, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് കൊച്ചിനെ കൊടുത്തു, സ്പൂണിൽ വെള്ളം കൊടുത്തു. അപ്പം ഇവന് പിന്നെ ചുമച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓരോ
നേരം ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴിങ്ങനെ നെറ്റിയിൽ കാശുരൂപം വെച്ച് കുരിശ് വരച്ചിട്ട് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവന് കാപ്പി കൊടുത്തു. അത് കഴിഞ്ഞ് ഓട്സ്, അങ്ങനെ ഓരോരോ പതുക്കെ അവന് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് മാറ്റണ്ട, ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും വിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിലോട്ട് പോകും, പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, സോളിഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഭക്ഷണം നമുക്ക് ട്യൂബിലൂടെ കൊടുക്കാം, ഇങ്ങനെ വെള്ളം അങ്ങനെയൊക്കെ വായിലൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ ട്യൂബ്, അവനത് അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അവൻ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇടണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ലിക്വിഡ് മാത്രം മുത്താറി കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്തു, ഓട്സ് കൊടുത്തു. അങ്ങനെ ഇവന് ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പതുക്കെ സോളിഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനൊരു ഇഡ്ഡലി കൊടുത്ത് അവൻ അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവൻ്റെ കഴുത്ത് നേരെ നിൽക്കില്ല, അവന് സംസാരിക്കാൻ പറ്റില്ല, ഇവന് കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല, ഇവന് എഴുന്നേറ്റ് നിൽക്കാനോ യൂറിനൊക്കെ അവൻ കിടക്കുന്നിടത്തുനിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനിങ്ങനെ പാരലൈസ്ഡ് ആയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. റൂമിൽ കൊച്ചിൻ്റെ അടുത്തിരുന്ന് ആരുമില്ല, ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഫോണിൽ എന്തോ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞാൽ നോക്കുമ്പം എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിലോ എൻ്റെ ഒരു ഫോണിൽ ഒരു ഇതിലും കൃപാസനത്തിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ല. സാക്ഷ്യം, ആ തലേദിവസം ഇരുന്ന് കേട്ട സാക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ധ്യാനത്തിൻ്റെ ഒന്നുമില്ല. അപ്പം ഏതോ ഒരു ചൊവ്വാഴ്ച ഇവിടെ നടന്ന ധ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ആ ധ്യാനം കൂടാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് രോഗസൗഖ്യ പ്രാർത്ഥനകളെല്ലാം കൂടി. രോഗസൗഖ്യ പ്രാർത്ഥന ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ അരികെ ഇരുന്ന് കരഞ്ഞ്, അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ICUവിലായിരുന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നെന്ന്. ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ആ ചേച്ചി പറയുന്നുണ്ട് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, കൊച്ചിൻ്റെ ICUവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനും അതുപോലെ കൊച്ച് ICUവിലായിരുന്നപ്പം ഒരു ബുക്ക് എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തനം 91 അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അരികെ ഇരുന്ന് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബിലെ ഈ ധ്യാനം കേട്ടു. അത് കഴിഞ്ഞ് ഓരോ ദിവസവും അവൻ ഇമ്പ്രൂവ് ആയി തുടങ്ങി. ഇപ്പം അതൊക്കെ കഴുത്ത് ബെറ്ററായി തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒരു ദിവസം വന്ന് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഈ ശനിയാഴ്ച വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യാം, ഒരു 3 മാസമെങ്കിലും സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരും മിനിമം, എന്നാൽ ഇവൻ നേരെ ആവത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഫുൾ റിക്കവേർഡ് ആവുമോ ഡോക്ടർ? അപ്പോൾ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, 80% ഓക്കെ ആവും, 20% നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടാവും, ബ്രെയിനിന് വന്നതല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞു. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തൈലം മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത് അവനെ എടുത്തോണ്ടാണ്. അവന് നേരെ നിൽക്കാനൊന്നും പറ്റുന്നില്ല, അതേ അവസ്ഥ തന്നെ, കഴുത്ത് നേരെ നിൽക്കത്തില്ല. ഡോക്ടർ പറഞ്ഞു മിനിമം 1 മാസം എടുക്കും അവന് റിക്കവറായി വരാൻ. ഓരോ ദിവസവും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അവൻ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. വീട്ടിൽ വന്നു പിറ്റേ ദിവസം അവൻ കഴുത്ത് നേരെ വെക്കാൻ തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം അവൻ ബെഡിൽ നിന്ന് തനിയെ എഴുന്നേറ്റിരിക്കാൻ, ഞങ്ങളുടെ ചെറിയൊരു സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ തനിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ എഴുന്നേറ്റ് നിന്ന് നോക്കി, പിന്നെ നടന്നു. അപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും പ്രതിഷീകരണ പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്ന, അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഉടമ്പടി എടുക്കുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ആദ്യത്തെ റിവ്യൂ ഡോക്ടറെ അടുത്ത് പറഞ്ഞേക്കുന്നത്. മാതാവ് എൻ്റെ കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അതിൻ്റെ തലേ ദിവസം തന്നെ അവൻ നടന്നു തുടങ്ങി. അവനെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്, ചിലപ്പം കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേക്ക് അവൻ വീഴും, എങ്കിലും പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ മറിച്ച് അവൻ്റെ ഷൂസൊക്കെ ഇടിച്ച് ഞങ്ങൾ 2 കൈ പിടിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി, ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇത്രയും ആൾ റിക്കവർ ആയെന്ന് ചോദിച്ചു. എങ്കിലും അവൻ്റെ കൈയൊന്നും പ്രോപ്പറായിട്ടില്ലായിരുന്നു. എങ്കിൽ പിന്നെയും അമ്മ എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ തൈലം തൂക്കുമായിരുന്നു. ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന, ഇവിടുത്തെ ആരാധന കൂടി.
അങ്ങനെ ഇപ്പം ഇന്ന് ജൂൺ 4-ാം തീയതി എൻ്റെ കോമയിലായി കിടന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. ഒരു മിറാക്കുലസ് റിക്കവറിയാണ്. ഞാൻ വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലവും കാശുരൂപവും സാക്ഷ്യങ്ങൾ എഴുതിയ പത്രവും ഓൺലൈൻ സാക്ഷി, അങ്ങനെ ഞാൻ എന്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ വെറുത്തിരുന്നോ അതെല്ലാം ഞാൻ വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാണ്, ആ വയ്യാതായ കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മാസം 23 ആകുമ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാസം 23 കൂടി അവൻ്റെ മെഡിക്കേഷൻസ് എല്ലാം കഴിയും. അവനെ അടുത്ത മാസം തൊട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ വിടാം. ഈ ഒരു വർഷം ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല എന്നൊക്കെ പ്ലാൻ ചെയ്തു, കാരണം ഇവൻ എന്ന് റിക്കവർ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഡോക്ടർ ഇവനെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഞങ്ങൾക്ക് സജഷൻസ്, ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സൊക്കെ കാണിച്ചു തന്ന ഡോക്ടർ ഇവനെ പിറ്റേ ആഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇവൻ ഇത്രയും റിക്കവർ ആയോ, ഇനിയിപ്പോൾ ഇവന് ഇതിൻ്റെ ഫിസിയോതെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല. ഇവൻ ഒന്നും ഞങ്ങൾ ചെയ്യിച്ചില്ല, ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യിച്ചില്ല. ആളുകളുടെ മുമ്പിൽ ഇവിടെ വന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നായിരുന്നു. ആളുകളും പറഞ്ഞു, ഇവൻ ഇതെന്താണ് ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ സെറിബ്രത്തിൽ വരാൻ കാരണം ഇതുവരെ ആർക്കും കണ്ടുപിടിച്ചു, അതിനൊരു പ്രോപ്പർ റീസൺ പറയുന്നില്ല. ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയും പോകണ്ട, അവൻ അത് വരാനുള്ള റീസൺ ഞാനാണ്, എന്നെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നു. കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞായിരുന്നു, കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി യാത്ര ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു. ഇന്നലെ ഞാൻ ഉടമ്പടി എടുത്ത് ഇന്ന് ഞങ്ങൾ തിരിച്ചു ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പം എൻ്റെ കുഞ്ഞിനെ പഴയ ആരോഗ്യത്തിലോട്ടാക്കി തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. 1000 നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നു.